സിബിൻ പുറത്തിറങ്ങി ഇതുവരെ ആർക്കും തന്നെ ഇൻ്റർവ്യൂ കൊടുത്തിരുന്നില്ല. എയർപോർട്ടിൽ വെച്ച് മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ സിബിൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതിന് ഒരു വിശദീകരണം എന്ന പോലെ തൻ്റെ സ്വന്തം ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഈ വീഡിയോയിലൂടെ സിബിൻ ചെയ്യുന്നുണ്ട്. തനിക്ക് ഇത്രയും വലിയ ഒരു സ്വീകാര്യം 2 ആഴ്ച കൊണ്ട് ഉണ്ടാകുമെന്ന് കരുതിയില്ല. പിന്നെ മോഹൻലാൽ എന്ന വലിയ നടൻ സിബിനെ വഴക്ക് പറഞ്ഞത് തനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അത്രയും ആരാധിച്ച ഒരാളാണ് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ചീത്ത കേൾക്കുക എന്നത് എനിക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമായിരുന്നു. അതാണ് സിബിനെ തളർത്താനുണ്ടായ തുടക്കം. പിന്നീട് മോഹൻലാൽ പറഞ്ഞ ഓരോ ഡയലോഗുകൾ ലക്ഷക്കണക്കിന് ആളുകളെ പ്രതിനിധീകരിച്ചാണ് ലാലേട്ടൻ അവിടെ നിൽക്കുന്നത്. പ്രേക്ഷകർക്ക് പറയാനുള്ളത് തന്നെയാണ് മോഹൻലാൽ അവിടെ നിന്ന് കണ്ടസ്റ്റൻസിനോട് പറയുന്നത്. അപ്പോൾ സിബിനെ ലാലേട്ടൻ ഫയർ ചെയ്യുമ്പോഴൊക്കെ സിബിൻ ചിന്തിക്കുന്നത് സിബിനെക്കുറിച്ച് ഒരു ബാഡ് ഇമേജ് ആണോ പുറത്തു വരുന്നത് എന്നൊക്കെ ചിന്തിച്ച് കൂട്ടി ഉണ്ടായ പ്രശ്നങ്ങളാണ്. മനുഷ്യന്മാരല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കാം. 2-3 തവണ കൺഫെഷൻ റൂമിൽ പോവുകയും ബിഗ് ബോസ് ഹൗസിൽ നിൽക്കാൻ കഴിയുന്നില്ല എന്നൊക്കെ സിബിൻ പറയുന്നുണ്ട്. സിബിൻ പറയുന്നത് അപ്പോഴത്തെ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെ ആയിരുന്നു എന്ന്. തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ സിബിനെ സീക്രട്ട് റൂമിൽ കൊണ്ടുപോവുകയും കൺസൾട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സിബിൻ ഓക്കെ ആയതാണ്. ഓൾമോസ്റ്റ് 3 ഡേയ്സ് സിബിന് സീക്രട്ട് റൂമിൽ കഴിയേണ്ടി വന്നു. 3 ദിവസത്തിന് ശേഷം സിബിൻ ഓക്കെ ആണെന്ന് അങ്ങോട്ട് പറഞ്ഞപ്പോഴും സിബിനോട് ബിഗ് ബോസ് ടീം പറഞ്ഞത് നിങ്ങൾക്ക് ഇവിടെ തുടരാൻ പറ്റില്ല. ഡോക്ടർ പറഞ്ഞത് നിങ്ങളുടെ ആരോഗ്യം മോശമാണെന്നും നിങ്ങൾക്ക് ഇവിടെ നിന്നും പോകാമെന്നതുമാണ്. സിബിൻ കുറേ കൺവിൻസ് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. അതിന് പിന്നിൽ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ. 3 ദിവസം സീക്രട്ട് റൂമിൽ എന്താണ് നടന്നതെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ തികച്ചും കോൺഫിഡൻഷ്യലാണ്. ആവശ്യമെങ്കിൽ മാത്രമേ പറയൂ എന്ന്. എന്തുകൊണ്ട് സിബിനെ പുറത്താക്കി എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു വിശദീകരണം മോഹൻലാലോ ബിഗ് ബോസോ ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് സിബിനെ തിരിച്ച് ബിഗ് ബോസ് ഹൗസിലേക്ക് വിളിക്കില്ല എന്നുള്ളത് എന്തായാലും ഉറപ്പായ കാര്യമാണ്. അന്ന് ഹൗസിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോഴും അങ്ങനെയാണ് പറഞ്ഞത്. എന്നേക്കുമായി സിബിനും പൂജയും പുറത്തേക്ക് പോയി എന്ന്. വൈൽഡ് കാർഡ് വന്നതിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുണ്ടായ 3 ആളുകളായിരുന്നു സിബിൻ, പൂജ ആൻഡ് സായി. അതിൽ സിബിനും പൂജയും അങ്ങനെ പുറത്തായി. സായി പിന്നെ ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോൾ തൊട്ട് മലവാഴ ആയതാണല്ലോ. ഫോർ മോർ വീഡിയോസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.